കർത്താവിൽ പ്രിയരെ, ഈ ഞായറാഴ്ച രാവിലെയുള്ള നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായി ഇന്ന് വിശുദ്ധ മത്തായിയാൽ രചിതമായ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഉപയോഗിക്കാമെന്ന് കരുതുകയാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ഭാഗം കാണാപ്പാടം അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനി ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുന്നത് അനായാസമാണ് എന്നാണ് എനിക്കിപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു വസ്തുത. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. നാം ആത്മീയമായ ജീവിതത്തിൽ പലവിധമായ പ്രസ്താവനകളും അറിയുകയും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയൊട്ടുമുക്കാലും ശബ്ദങ്ങളായി മാത്രം നമ്മുടെ ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇതിൻ്റെ ഫലമായി യേശുവിൻ്റെ പഠിപ്പീരുകളുടെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. യേശു വെളിപ്പെടുത്തി തന്ന ആത്മീയ സത്യങ്ങളുടെ പ്രാവർത്തികത എന്താണ്? വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ റെവലേഷൻസ് ജീസസ് ഹാസ് മെയ്ഡ്? ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ ഒരു അന്വേഷണമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അത് ഈ ഒരു ധ്യാനത്തിൽ കൂടെ ഏതാണ്ട് പരിപൂർണമായും വെളിപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. യേശു നമുക്ക് നൽകിയ ആത്മീയമായ ദർശനത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൽ ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമെന്ന് നാം മനസ്സിലാക്കേണ്ടത്, ധരിക്കേണ്ടത്, ദൈവത്തെ നാം എങ്ങനെ അറിയണം, മനസ്സിലാക്കണം, സങ്കല്പിക്കണം. അങ്ങനെ ദൈവത്തെ സങ്കല്പിക്കുന്നത് കൊണ്ട് ഏത് വിധത്തിൽ നാം ദൈവത്തോട് ബന്ധം പുലർത്തണം, ഇടപെടണം, ദൈവവും നാമുമായുള്ള ബന്ധത്തെ ചിട്ടപ്പെടുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ശ്രദ്ധ സഞ്ചരിക്കാറില്ല. അത് ബോധ്യമാകത്തക്കവണ്ണം നമ്മുടെ ഈ ധ്യാനം നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ മതചരിത്രത്തിൽ ദൈവത്തെ പിതാവായി കാണുവാൻ, സ്വർഗസ്ഥനായ പിതാവായി കാണുവാൻ യേശുവല്ലാതെ മറ്റാരും പഠിപ്പിച്ചിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുമതത്തിൻ്റെ പ്രത്യേകതയെ പ്രത്യേകം അടയാളപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമായി നാം ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി നാം കാണണം എന്ന് യേശു നമ്മെ അറിയിക്കുന്നത്? ഞാനത് മനസ്സിലാക്കുന്ന വിധം ഈ അരനൂറ്റാണ്ടിലെ അന്വേഷണത്തിൽ കൂടെ തെളിഞ്ഞു വന്ന ചില ലളിതമായ ആത്മീയ സത്യങ്ങളാണ് നിങ്ങളുമായി ഈ തരുണത്തിൽ പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. നാം സാധാരണ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത്, നാം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബൗദ്ധന്മാരും സിഖ് മതക്കാരും പാഴ്സികളും എല്ലാവരും, മനുഷ്യർ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അതായത് ദൈവത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം ചുമതലകളുണ്ട്. ആ ചുമതലകൾ നിർവഹിപ്പാൻ ദൈവം കടപ്പെട്ടവനാണ്. ആ ചുമതലകൾക്ക് വാസ്തവത്തിലൊരു അതിരില്ല. അതുകൊണ്ടാണ് ദൈവം അതിരില്ലാതെ സ്നേഹിക്കുന്നു, അന്തമില്ലാതെ പൊറുക്കുന്നു, സഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വളരെ സ്പഷ്ടമായ, വിപുലമായ, അന്തമില്ലാത്ത കടമകളുണ്ട്, ചുമതലകളുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തോട് യാതൊരു കടമയും ആവശ്യമില്ല.
ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. എന്നാൽ ദൈവഹിതം അന്വേഷിക്കുവാനോ ദൈവത്തെ മാനിക്കുവാനോ ആദരിക്കുവാനോ അനുസരിപ്പാനോ നമുക്ക് യാതൊരു കടമയുമില്ല. പിന്നെ ദൈവവേലയ്ക്കെന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കുക, അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ആരുടെയും കുറ്റമല്ല, നമ്മെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് പോലും അറിയുന്നവർ നന്നേ വിരളമാണ്. അങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ പലരും അതുകൊണ്ട് അസ്വസ്ഥരാകുന്നതുമുണ്ട്, നമുക്കറിയാം. അപ്പോൾ നാം ഈ ചിന്തയിൽ കൂടെ ആ ഒരു അവസ്ഥയെ ഒന്ന് പരിഗണിച്ച് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ആവശ്യമുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന ആത്മപരിശോധനയുടെ ഒരു അവസരമായി ഇത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അനുഗ്രഹിച്ച് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാലത്ത് ഭൗതികമായ നമ്മുടെ മാതാപിതാക്കന്മാരോട് പോലുമുള്ള നമ്മുടെ ബന്ധവും കാഴ്ചപ്പാടും മനോഭാവമൊക്കെ വളരെ മാറിയിരിക്കുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രസരിപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഭൗതിക സംസ്കാരത്തിൽ അതിന് മുൻപുണ്ടായിരുന്ന ആധ്യാത്മിക ചുവയുള്ള സംസ്കാരത്തിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും അച്ചടക്കങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ ഭൂഗോളത്തിലെമ്പാടും ആഗോളതലത്തിൽ ഇപ്പോൾ പടരുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ മറക്കുന്നില്ല, മറച്ചു വയ്ക്കുന്നതുമില്ല. എന്നാൽ തന്നെയും നാം നമ്മുടെ മാതാപിതാക്കന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ, പിതാവിനെ മാത്രമല്ല ഞാൻ അടിവരയിട്ട് പറയുന്നു, മാതാപിതാക്കന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ ആവശ്യമായും ഒഴിച്ചുകൂടാൻ വയ്യാതെ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ ഒരിക്കലും താല്പര്യപ്പെടാതെ നാം ഓർത്തിരിക്കേണ്ട ചില ഘടകങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം അതെപ്രകാരം സ്വർഗസ്ഥനായ പിതാവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാലിക്കേണ്ട ആവശ്യമോ കടമയോ നമുക്കുണ്ട്, നമുക്ക് ബോധ്യമുണ്ട് എന്ന ചോദ്യം പരിഗണിക്കാൻ അത് ഉപകരിക്കും. ആദ്യമായി എനിക്ക് പറയാനുള്ളത് 10 കൽപ്പനയിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ ഓർക്കുക. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ കൽപ്പന തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ആശയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? കൽപ്പനയിൽ പറയുന്നത് നിനക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന് അതിൻ്റെ നന്മ അനുഭവിക്കേണ്ടതിന് അങ്ങനെ ചെയ്യുക. പക്ഷേ അത് വളരെ ഹ്രസ്വമായി അങ്ങനെ അത് കൽപ്പന രൂപത്തിലായതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. പക്ഷേ അതിനേക്കാൾ വളരെ വിപുലമായ സാധ്യതകൾ അതിലുണ്ട് എന്ന് അനുഭവം കൊണ്ട് അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഭൗതികമായ നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ നമുക്ക് ഒരു കടമയുണ്ട് എന്ന് 10 കൽപ്പനയിൽ കൂടെ നാം അറിയുന്നു. അത് അംഗീകരിക്കാത്ത ഒരു സംസ്കാരവും ലോകം കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ അതിലേറ്റക്കുറച്ചുകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നേ കുറയുന്നുണ്ട്. എങ്കിലും പിതാക്കന്മാരെ ധിക്കരിക്കുന്നത് ഒരു നല്ല ആദർശമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരവും ഇന്നും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സർവ്വലൗകികമായ ഒരു മൂല്യമാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. എന്നാൽ ആധുനിക സംസ്കാരത്തിൽ മാതാപിതാക്കന്മാരും അവരുടെ മക്കളും തമ്മിലുള്ള ബന്ധം പൂർവാധികമായി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലമുറയിൽ പിതാക്കന്മാരെ ധിക്കരിക്കുക എന്നത് ഒരു വലിയ പാപമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെട്ടു വന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു സാധാരണ കാര്യമായി എന്ന് തോന്നുന്ന വിധത്തിൽ അത് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം, പലതുണ്ട് എങ്കിലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. ഇത് ഈ കാലത്ത് പ്രത്യേകം പ്രസക്തമായതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. നാം നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ മകനാണ്, മകളാണ് എന്ന് പൊതുവായി
അംഗീകരിക്കുന്നതിൽ, എന്നെ അങ്ങനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എനിക്കൊരു ലജ്ജയും ഉണ്ടാകേണ്ട കാര്യമല്ല. ഞാൻ എന്തുകൊണ്ടിത് പറയുന്നുവെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാരുടെ ഇടയിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പോലെയുള്ളൊരു സ്ഥലത്ത്, അവിടെ മാത്രമല്ല ഒട്ടുമുക്കാലും കലാലയങ്ങളിൽ, കോളേജുകളിൽ കൗമാരപ്രായത്തിലുള്ള അല്ലെങ്കിൽ യുവതി യുവാക്കന്മാരായ വിദ്യാർത്ഥികളുടെ അടുത്ത് അവരുടെ മാതാപിതാക്കന്മാർ വരുന്ന, അവർ പഠിക്കുന്ന കോളേജുകൾ അവരുടെ മാതാപിതാക്കന്മാർ വരുന്ന അവർക്ക് വലിയ സങ്കോചമാണ്. പല വിദ്യാർത്ഥികളും അവരുടെ അപ്പനോടും അമ്മയോടും പറയും, ഞങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്തെങ്ങും വന്നു പോകരുത്, വേറെ എവിടെ വേണമെങ്കിലും പൊക്കും. ഇത് ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും പടർന്നു പിടിച്ചതുകൊണ്ട് അതിനെന്തെങ്കിലും ഈ രോഗത്തിന്, ഈ സാംസ്കാരിക രോഗത്തിന്, കൾച്ചറൽ ഡിസീസ് എന്തെങ്കിലും ശമനം വരുമോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തി. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ ഒരു പേരൻസ് ഫെസ്റ്റിവൽ എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പോൾ പല അധ്യാപകന്മാരും അധ്യാപികമാരും അതിനെ എതിർത്തു. നിങ്ങൾ കോളേജിനെ ഒരു സ്കൂളായി അധപ്പതിപ്പിക്കുകയാണ്. എന്താണ്, കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന് കോളേജിൽ പറയരുതെന്നാണ് ഈ പ്രബുദ്ധരായ അധ്യാപകർ പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ചു എന്ന്, അല്ലെങ്കിൽ അത്രമാത്രം പാപ്പരത്വമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഭൂരിപക്ഷം അധ്യാപകരുടെയും ചെറുപ്പിനെയും വെറുപ്പിനെയും അതിജീവിച്ച് ഞാൻ പേരൻസ് ഫെസ്റ്റിവൽ കോളേജിൽ നടത്തി. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവരും അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്ന് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നാം ഇന്നയാളിൻ്റെ മകനാണ്, ഇന്നയാളിൻ്റെ മകളാണ് എന്ന് പറയാൻ നമുക്കെന്താണ് നാണം? അപ്പൻ്റെയും അമ്മയുടെയും അധ്വാന ഫലം കൊണ്ടാണ് മക്കൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. അവിടെ അധ്വാന ഫലം കൊണ്ടാണ് ഈ മിനിങ്ങി നടക്കുന്നത്, കറങ്ങി നടക്കുന്നത്, ഈ ഫാഷൻ പിടിച്ച് നടക്കുന്നത്, സ്റ്റൈലായിട്ട് ജീവിക്കുന്നത്. പക്ഷേ അവരപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ നാണക്കേടാണെന്നാണ് പറയുന്നത്. അത് നാം അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പല ആളുകളും, പ്രത്യേകിച്ച് കുറച്ചൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചവർ, പരിഷ്കാരമുള്ളവർ എന്ന് വിചാരിക്കുന്നവർ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്നവർ, ബുദ്ധിജീവികളെന്ന് സ്വയം അഭിമാനിക്കുന്നവർ, കുറച്ച് കഴിവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ ദൈവത്തെ പറ്റിയും നാണിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നെപ്പറ്റി നാണിക്കുന്നവരെപ്പറ്റി സ്വർഗത്തിൽ ദൈവം നാണിക്കും. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു ബലഹീനതയുണ്ട് എന്ന് യേശുവിനറിയാം. ദൈവത്തെപ്പറ്റി ലജ്ജിക്കുന്ന ആളുകൾ ആണ് ഭൂമിയിൽ ഭൂരിപക്ഷവും എന്ന് യേശുവിനറിയാമായിരുന്നു. അപ്പോൾ നാം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി കാണുന്നുവെന്ന് പറയുമ്പോൾ നാം ആദ്യമായി ഏറ്റെടുക്കേണ്ട ചുമതല, കടമ, ദൈവത്തെ ബഹുമാനിക്കുക. ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരംശമാണ് നാം ദൈവവുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തെ പൊതുവായി അംഗീകരിക്കുക, സാക്ഷ്യപ്പെടുത്തുക. ബി ഐഡൻറ്റിഫൈഡ്. അതെത്രമാത്രം പ്രയാസമുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ കാണുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ വീട് പണിയുമെന്നൊക്കെ പത്രോസിനെ പറ്റി യേശു നല്ല കാര്യമൊക്കെ പറഞ്ഞു. അത് യേശു പറഞ്ഞതാണെന്നും പറഞ്ഞതല്ലെന്നും വിവാദമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അവൻ മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലിരുന്ന് കൈ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വേലക്കാരി എന്ന് പറഞ്ഞ്, നീയും ആ ഗലീലക്കാരൻ്റെ കൂടെ ഉള്ളവനല്ല. അയ്യോ, ഞാൻ അവനെ അറിയത്തില്ല. ദ കറേജ് ടു ബി ഐഡൻറ്റിഫൈഡ്. ഞാനൊരു ദൈവ പൈതലാണ് എന്ന് സങ്കോചമില്ലാതെ, നെഞ്ച് വിരിച്ചൊന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, സങ്കോചമില്ലാതെ നൈസർഗികമായി പറയാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ദൈവത്തെ നിരാകരിക്കുന്നത് നമ്മുടെ നന്മയെ സൂചിപ്പിക്കുന്നില്ല, നമ്മുടെ അഭിമാനത്തെ സൂചിപ്പിക്കുന്നില്ല, നമ്മുടെ പാപ്പരത്വത്തെയും നമ്മുടെ അടിമത്തത്തെയും സൂചിപ്പിക്കുന്നു. സത്യം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തവനാണ് സാക്ഷാൽ അടിമ. നാം ദൈവമക്കൾ തന്നെയാണ്. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. അപ്പനെയും അമ്മയും മാറ്റിയെടുക്കാൻ കഴിയാത്തതുപോലെ
ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവായി മാറ്റിയെടുക്കാൻ സാധ്യമല്ല. മറ്റൊരു ചാൻസ് ഇല്ല, മറ്റൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ടു ബി ദ കറേജ് ടു ബി ഐഡൻറ്റിഫൈഡ്, ദ ഡ്യൂട്ടി ടു ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ഗോഡ്. അങ്ങനെ നാം ദൈവവുമായി പരസ്യമായി നമ്മെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു നല്ല രൂപീകരണം ഉണ്ടാകുന്നു. ആക്ച്വലി our personality gains a lot in a sharper definition of our outlines. അല്ലാത്തവർ വളരെ ലൗദോക്യ സഭയെ പറ്റി പറയുന്നില്ലേ, നീ ശീതവാനോ അല്ല ഉഷ്ണവാനോ അല്ല, അങ്ങനെ ആയിത്തീരും. ദൈവത്തെ നിരാകരിക്കുന്നവർ ശീതവാന്മാരുമല്ല ഉഷ്ണവാന്മാരുമല്ല, ശീതോഷ്ണവാന്മാരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം അല്പം പോലും ആലോചിക്കാതെ തത്വം ചൊല്ലുന്നത് പോലെ ചൊല്ലുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദ കറേജ് ടു ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ഗോഡ്. അപ്പം ബഹുമാനിക്കുക. ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഘടകം, ദൈവം നമുക്ക് നൽകിയ ജീവിതത്തെ നാം ഏറ്റവും അധികം വിലമതിക്കുക. ദൈവം നൽകിയ ഈ ജീവൻ ഇത് ചപ്പും ചവറുമാണ് എന്ന വിധത്തിൽ നാം നമ്മെ തന്നെ കൈകാര്യം ചെയ്താൽ നാം ദൈവത്തിന് എതിരെ മറുതലിക്കുന്നവരാണ്. ഇതിന് പലവിധമായ പ്രാവർത്തികമായ ധ്വനികളുണ്ട്, നിങ്ങൾക്കറിയാം. സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ തരുണത്തിൽ ഇതിനോടനുബന്ധമായി താലന്തുകളുടെ ഉപമ കൂടെ നിങ്ങൾ ഓർക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവായി നാം മനസ്സിലാക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ചെറുപ്പം മുതലേ നമ്മൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്ന ഒരാശയമുണ്ട്. പക്ഷെ അതെത്ര നാൾ നമ്മൾ വെച്ചു പുലർത്തുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ആധുനിക ലോകം മറുതലിപ്പിൻ്റെ ലോകമാണ്. നിങ്ങൾ പാശ്ചാത്യ സംസ്കാരം, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സാഹിത്യം നിങ്ങൾ പഠിച്ചാൽ അതിലെ പല കൃതികളിലും മക്കൾ മാതാപിതാക്കന്മാരുടെ അധികാരത്തിനെതിരെ മറുതലിക്കേണ്ട സാംസ്കാരികമായ ആവശ്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നതാണ്. അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതാണ്. അതിന് ഒഫീഷ്യലായിട്ട് പറയുന്നത് കില്ലിങ് ദ ഫാദർ എന്ന് പറയുന്ന ഒരു തീമാണ്. പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞൊരു ഒരു നാടകം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. ജെ മില്ലിംഗ്ടൺ സിംഗ് എഴുതിയ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. അവിടെ പറയുന്നത് അതിലൊന്നിൽ മാത്രമല്ല, വെസ്റ്റേൺ സാഹിത്യത്തിൽ അതിൻ്റെ സാംസ്കാരികമായ ചിന്തകർ, ബുദ്ധിരാക്ഷസന്മാർ, സൈക്കോളജിസ്റ്റ്, ഫിലോസഫേഴ്സ്, കൾച്ചർ സ്റ്റഡി സ്പെഷ്യലിസ്റ്റ്, ഇവരൊക്കെ പറയുന്നത് വളർന്നു വരുന്ന ഒരു യുവാവിൻ്റെ വ്യക്തിത്വം അതിൻ്റെ സ്വാതന്ത്ര്യവും പൂർണ്ണതയും പ്രാപിക്കേണ്ടതിന് വേണ്ടി മാതാപിതാക്കന്മാരുടെ അധികാരത്തെ ഉപേക്ഷിക്കണമെന്നാണ്. അത് ഉപേക്ഷിക്കണം. റിജക്റ്റ്, ലിബറേറ്റ് യുവർ സെൽഫ് ഫ്രം ദി അതോറിറ്റി ഓഫ് യുവർ പേരൻസ്. അതാണ് കില്ലിങ് ദ ഫാദർ എന്ന ആശയത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. മറുതലിപ്പ്. അപ്പോൾ നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളെ അനുസരിക്കുന്നതാണോ അല്ല നിങ്ങൾക്കെതിരെ മറുതലിക്കുന്നതാണോ നിങ്ങൾ നന്മ എന്ന് നിങ്ങൾ കരുതുന്നു? യാതൊരു സംശയമില്ല, നിങ്ങളൊരു മാതാവാണ്, പിതാവാണെങ്കിൽ മക്കൾ നിങ്ങളെ അനുസരിക്കണം, അതാണ് നല്ലത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് എല്ലാ ദിവസവും ഏറ്റു പറയുമെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് ദൈവഹിതമായി ആരാഞ്ഞറിഞ്ഞ് അന്വേഷിക്കാനൊരു ചുമതലയുണ്ടെന്ന് മനസ്സിലാക്കാത്തത്? അത് നല്ലൊരവസ്ഥയാണെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇവിടെയാണ് ആ വിരോധാഭാസമുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണി. അപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ താല്പര്യമുള്ള എന്ത് ചെയ്യും? ദൈവഹിതം എന്തെന്ന് അന്വേഷിക്കും. അന്വേഷണത്തിൽ നിന്നാണ് അനുസരണമുണ്ടാകുന്നത്. അനുസരണത്തിൽ കൂടെയാണ് അന്വേഷിപ്പാനുള്ള കഴിവ് വർദ്ധിക്കുന്നത്. ദൈവഹിതം അന്വേഷിച്ചറിയേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് ദൈവഹിതം അന്വേഷിക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അങ്ങനെ പറയുന്നവരോട് ചോദിക്കണം,
നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവഹിതം എന്തെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഉത്തരം തീർച്ചയായും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷിക്കാതെ കണ്ടെത്തണം നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യവും മറക്കേണ്ട. അപ്പോൾ രണ്ടാമത്തെ തത്വം, ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി നാം യഥാർത്ഥത്തിൽ മാനിക്കുന്നുവെങ്കിൽ ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അതിനെ അനുസരിക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് എന്ത്? കർത്താവായ യേശുക്രിസ്തു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ്. മൂന്നാമത്, നാം നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ ഈ ലോകത്തിലെ മാതാപിതാക്കന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അവരോട് കടമകളുണ്ട് എന്ന് പേരിനെങ്കിലും നാം സമ്മതിക്കും. അല്ല, ആകസ്മികമായിട്ട് എന്നെ ആരോ പെറ്റിട്ടു, ഞാനെങ്ങനെയോ വളർന്നു, എനിക്കങ്ങനെ വലിയ കടമയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവർ പോലും അവരോട് ചോദിച്ചാൽ പറയുമില്ലില്ല, എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും കടമയുണ്ട് എന്നവർ പറയും. കടം നിർവഹിക്കുന്നില്ല എന്നൊരു മറ്റൊരു കാര്യം. എന്നാൽ ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥ പിതാവായി നാം എന്നും ഉരുവിട്ട് പറയുന്നുവെങ്കിലും ദൈവത്തോട് ഒരു കടമയും നമുക്കില്ല, എൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കടമ എന്താണെന്ന് അനുനിമിഷം അറിയിക്കുക, അതാണ് നമ്മുടെ ജോലി. നമ്മുടെ പ്രാർത്ഥന മുഴുവനും ദൈവത്തിൻ്റെ കടമ പഠിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് അല്പം ശ്രദ്ധിച്ചിട്ടുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ കടമ നിർവഹിക്കുക എന്നുള്ളത് ദൈവവും നാമുമായുള്ള ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതും സുദൃഢവുമാക്കും. കടമില്ലാത്ത ഒരു ബന്ധവും ആഴമോ അർത്ഥമോ ഫലം പുറപ്പെടുവിക്കുന്നതല്ല, നമുക്കറിയാം. അത് അന്യവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ വിദൂരതയിൽ നിന്നുള്ള ഏതോ ഒരു അഭ്യാസമാണ്, അത് ബന്ധമല്ല. There can be no relationship without a sense of duty, reciprocal obligation എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദൈവവുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ചുമതലകൾ എന്താണ് എന്ന് അന്വേഷിപ്പാനുള്ള ഒരു കടമ നമുക്കുണ്ട്. അല്ലാതെ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷ യാചിക്കുക അതല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, അതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മൾ മതപരമായ ധർമ്മക്കാരല്ല, ഭിക്ഷാന്തേഹികളല്ല, നാം ദൈവ മക്കളാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന എവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കൾ എങ്ങനെയായിരുന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ തെണ്ടുന്നത്? അവർക്ക് അവരുടെ പിതാവിനോട് ഒരു കടമയുണ്ട്. ആ കടമയെ നിർവഹിക്കുന്നതോടുകൂടെ അവരുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ അവകാശം അവർ പ്രാപിക്കുകയാണ്. ആ സത്യത്തെ മുൻനിർത്തിയാണ് യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതാണ് നമ്മുടെ കടമ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് അതല്ല. നമുക്ക് ദൈവത്തോട് ഒരു കടമയും വേണ്ട, നമുക്കെല്ലാം കിട്ടണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് അനുഭവമുള്ളവരാണ് നിങ്ങൾ. ഞാൻ അധികമൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രശ്നമാണ്. ഇനി ഒരു നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം നമ്മുടെ മാതാപിതാക്കന്മാരെ കരുതുന്നുവെങ്കിൽ, അവരെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നുവെങ്കിൽ, അവരെ അല്പമെങ്കിലും ബഹുമാനിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യും. അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അവരുടെ കൂടെ അല്പസമയം ചിലവഴിക്കാൻ നാം ശ്രമിക്കും, സമയം കണ്ടെത്തും. നമുക്കറിയാം, ആധുനിക ലോകത്തിലെ ഒരു വലിയ രോഗമാണ് സമയമില്ല. എല്ലാവരും വളരെ തിരക്കിലാണ്. അതെന്തുകൊണ്ടാണ്? ഇതൊരു മിഥ്യയാണ്. ഞാനെപ്പോഴും എൻ്റെ ഔദ്യോഗിക രംഗത്തിൽ എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞാൻ ഒരിക്കലും 46 വർഷം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ കരുതുന്നുവെങ്കിൽ, വിലമതിക്കുന്നുവെങ്കിൽ
എനിക്ക് നിങ്ങൾക്ക് തരുവാൻ സമയമുണ്ട്, യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ പല അവസരങ്ങളിലും എനിക്ക് എന്നെ തന്നെ ചുരുക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഉച്ചയ്ക്ക് ആഹാരം പോലും കഴിക്കാതിരുന്ന് എൻ്റെ കോളേജിലിരുന്ന് എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി 10 മണി 11 വരെ എൻ്റെ ഓഫീസിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സമയമുണ്ട്, സമയമില്ല എന്ന് ഞാൻ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ എൻ്റെ ജീവിതത്തിലെ വലിയ ദാരിദ്ര്യം, ഞാൻ ഏതാണ്ട് വളർച്ചയാകുമ്പോഴേക്കും മാതാപിതാക്കന്മാർ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവരോടൊത്ത് എനിക്ക് വേണ്ടത്ര സമയം കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വലിയ പട്ടിണിയാണ് എന്നെ എപ്പോഴും മഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇരുന്ന് സ്വപ്നം കാണുന്നത് കുറഞ്ഞ പക്ഷേ എൻ്റെ അമ്മയോട് കുറച്ച് നാൾ കൂടെ ഒന്ന് കഴിക്കാൻ അല്പം സേവനം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കുറഞ്ഞ പക്ഷം എൻ്റെ കിട്ടിയ ആദ്യത്തെ ശമ്പളം ആ പാദത്തിൽ വെച്ച് തൊട്ടെന്നാണ് ഒന്ന് വണങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഞാനത് സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ മാതാപിതാക്കന്മാരെ കരുതുന്നു എന്ന് പറയുമ്പോൾ അവരോട് കൂടെ ആയിരിക്കാനുള്ള വലിയ ദാഹം അതനുഭവിക്കണം. അതിൻ്റെ പേരാണ് കൂട്ടായ്മ. ആ ഒരു ദാഹം നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് കൂട്ടായ്മ. അതില്ലാതെ എന്ത് കൂട്ടായ്മ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് പകരുവാൻ അടുക്കുവാൻ കാംക്ഷിക്കുന്നു. അതാണ് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം കാണുമ്പോൾ നാം അനുഭവിക്കേണ്ടത്. പക്ഷെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുകയല്ല, എനിക്ക് കഴിയുന്നുണ്ടോ? അവസാനമായ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിന് പക്ഷേ ഞാൻ പറയുന്നതിൽ അത്ഭുതപ്പെടാനും സാധ്യതയുണ്ട്. നാം നമ്മുടെ ഭൂമിയിലെ മാതാപിതാക്കന്മാരോട് വിടുമ്പോൾ എല്ലാവരുമില്ലെങ്കിലും അനേകം ആളുകൾ മറുതലിക്കാറുണ്ട്. റെബൽ അഗൻസ്റ്റ് യുവർ പേരൻസ്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് യേശു തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണല്ലോ മുടിയനായ പുത്രൻ്റെ ഉപമ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ. അവിടെ ഒരപ്പൻ്റെ 2 മക്കൾ, ഒരാൾ അപ്പനെ മറുതലിച്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നാമും ദൈവവുമായുള്ള ബന്ധത്തിലുണ്ട്, ഇല്ല എന്നാരും പറയരുത്. ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നാം മറുതലിപ്പിൻ്റെ യുഗത്തിൽ വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഒരു പ്രത്യേകമായ പ്രത്യാശ ഏവരുമായി പങ്കിടുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മറുതലിപ്പിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അന്തിമമായ അവസ്ഥയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. കാരണം അനന്തമായി പൊറുക്കുകയും ഒരിക്കലും പ്രത്യാശ കൈവിടാതെ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി മടങ്ങി വരുന്നതിന് വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നൊരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്നതാണ് യേശു വെളിപ്പെടുത്തി തന്ന യാഥാർത്ഥ്യം. അവനിലേക്ക് മടങ്ങി വരുവാൻ, അങ്ങനെ മടങ്ങി വരുന്നത് കൊണ്ട് ഒരു പുതിയ ആരംഭത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ വിശ്വസിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാത്തവർ ആത്മഹത്യയിലേക്ക് വഴുതിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ വളരെ ഭീകരമായ തോതിൽ വർദ്ധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഭാരതത്തിൽ ഒരു വർഷം ഏതാണ്ട് 1.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നത് നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡിൻ്റെ കണക്കാണ്. പക്ഷേ ആത്മഹത്യയെപ്പറ്റിയുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെപ്പറ്റി പുച്ഛമായതുകൊണ്ട് ഇത് ഭൂരിപക്ഷം കേസുകളും മറച്ചു വയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് 5 ആത്മഹത്യ കേസ് നടന്നാൽ അതിൽ 1 മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കുറഞ്ഞ പക്ഷം 7 ലക്ഷത്തിൽ പരം ആളുകൾ ഭാരതത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ നാഷണൽ ആവറേജിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ് കേരളത്തിൽ. അതെന്തുകൊണ്ട് വരുന്നു? ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു കഴിയുമ്പോൾ അതാണ് അന്തിമം, അതിനപ്പുറത്തൊന്നുമില്ല, ഒരു നല്ല നാളെയില്ല. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആ പ്രത്യാശയില്ല. ആ പ്രത്യാശ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതാണ് സ്വർഗസ്ഥനായ പിതാവ്. ലോകത്തിലൊരു പിതാവും ലോകത്തിലൊരു മാതാവും അവളുടെ മകനെപ്പറ്റിയോ മകളെപ്പറ്റിയോ പ്രത്യാശ കൈവിടുകയില്ല. സത്യം സത്യം സത്യം, എന്ത് സംഭവിച്ചാലും പ്രത്യാശ കൈവിടുകയില്ല. നിങ്ങൾക്കായി ഒരു ഭവനം എപ്പോഴും തുറന്നിട്ടിരിക്കും. അവിടേക്ക് മടങ്ങി വരിക നിങ്ങളുടെ അവകാശമാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇങ്ങനെയുള്ള പലവിധമായ സാധ്യതകൾ ഈ ചെറിയ വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് സഭകൾ പഠിപ്പിക്കാത്തത് എന്ന് ഞാൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്. നാം ഈ വലിയ വലിയ ആശയങ്ങളെ, വെളിപ്പെടുത്തലുകളെ, അറിവുകളെ വെറും ശബ്ദങ്ങളായി ചുരുക്കിക്കളഞ്ഞു. ഞാൻ മുമ്പ് 1-2 വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് ആവർത്തിക്കാൻ എനിക്ക് മടിയില്ല. മതമേഖലയിൽ സംഭവിക്കുന്ന ഒരു വലിയ അത്യാഹിതം ഭാഷയെ ശബ്ദങ്ങളാക്കി, അർത്ഥശൂന്യമായ ശബ്ദങ്ങളാക്കി അത് പരിമിതപ്പെടുത്തുന്നതാണ്. ശബ്ദങ്ങളിൽ നിന്ന് അർത്ഥങ്ങളെ അടർത്തി മാറ്റി അത് വെറും ശബ്ദത്തിൻ്റെ ഏതോ ഒരു തരംഗമായി മാത്രം അവശേഷിപ്പിക്കുന്ന ഈ ഒരു വലിയ ശോഷിപ്പിൻ്റെ മേഖലയാണ് മതം എന്നുള്ളത്. ഇതൊരു വലിയ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ തിരിച്ചറിയുവാൻ, തിരുത്തുവാൻ നമുക്കൊരു കടമയുണ്ട്, അല്ല നമുക്കൊരു വലിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം എന്നും ഉരുവിടുമ്പോൾ അല്പം ഒന്ന് നിർത്തിയിട്ട്, ഓടിച്ച് വാലെ തീ പിടിക്കുന്നത് പോലെ ഓടി ഇത് തീർക്കാതെ അല്പം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. നാം ഈ പറയുന്ന വാക്കുകൾക്ക് നാം എന്തെങ്കിലും അർത്ഥം കൽപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ആ അർത്ഥത്തെ ഏത് വിധത്തിൽ, ഏത് തരത്തിൽ, ഏത് തോതിലാണ് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലോ വ്യക്തിത്വത്തിലോ സംഭവിക്കുന്നു? നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ, നാം ലോകത്തെയും ദൈവത്തെയും നമ്മെ തന്നെയും കാണുന്ന വിധങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ബോധമുള്ളവരായി ഈ പ്രാർത്ഥന, ഈ മാതൃകാ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആത്മീയമായ വിടുതലും വിപ്ലവവും സൃഷ്ടിക്കും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ലളിതമായ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ധൈര്യപ്പെട്ടത്. ഇത് ശ്രദ്ധിച്ച് കേട്ടതിൽ ഏവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.